ഗൗരിയേച്ചിക്ക് എന്നെ മനസ്സിലായോ? ഹായ്, എന്റെ പേരൊക്കെ എങ്ങനെ അറിയാ? എല്ലാം എനിക്ക് അറിയാന്ന് വെച്ചോളൂ. ആ നിർമ്മല എവിടെ? ഒരിടം വരെ പോയിരിക്ക, ഇപ്പൊ വരും. മോള് കയറിയിരിക്ക, വാ. ആദ്യം എനിക്ക് നല്ലൊരു ചായ താ ഗൗരിയേച്ചി. അയ്യോ, ഞാനത് മറന്നോട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. മൊബൈൽ ഓഫ് ചെയ്തിരിക്കാൻ തോന്നുന്നു. ഇത്ര വെളുപ്പിന് ഇവളിതെവിടെ പോയി? എന്റെ മാണിക്യൻ നിർമ്മല മേനോൻ. ഇതാ 2-3 ദിവസം ഇവിടെ ഉണ്ടാവൂല്ലേ? എന്താ ഗൗരിയേച്ചിക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷേ ഉള്ളൂ. ആ നിർമ്മല ഈ വീട് വാങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഒരു 2 കൊല്ലായി കാണും. അപ്പോ തെക്കേപ്പാട്ട് തറവാട് ഇപ്പൊ പൂട്ടിയിട്ടിരിക്കാണോ? അവിടെ ശങ്കരേട്ടനുണ്ട്, പിന്നെ ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ 2 കൂടി ഒന്ന് പോയിട്ട് വരും. ചായ മോശമായിട്ടൊന്നുമില്ലല്ലോ? എങ്ങനെ മോശമാവുക, ഗൗരിയേച്ചല്ലേ ഉണ്ടാക്കിയത്. ഗൗരിയേച്ചി, അനിത് വന്നോ? ഉവ്വ്, കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, മുറി കിടന്ന് ഉറങ്ങാണ്. ഞാൻ എവിടെ പോയതാണെന്ന് ചോദിച്ചോ? ഉവ്വ്, എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അത് നന്നായി. പോയിട്ട് എന്തായി, ആളെ കണ്ടോ? കണ്ടു. പിന്നെ ഒരു സന്തോഷ വർത്താനുണ്ട്. എന്താ അത്? ഒക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം അനിതി ഒന്ന് കാണട്ടെ. അനിത് കുട്ടിയെ, എഴുന്നേറ്റേ. നേരം വെളുത്തു. നീ ഇതെവിടെ പോയതാ? ഇന്നലെ ഞാൻ ഡൽഹിന്ന് ഫോൺ ചെയ്തപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എയർപോർട്ടിൽ നീ എന്നെ കാത്തു നിൽക്കുമെന്നാ ഞാൻ കരുതിയത്. ആ, നീ ഇപ്പൊ വലിയ സാഹിത്യകാരിയായി പോയില്ലേ? ടി വിക്കാരെയൊക്കെ കാത്തു നിൽക്കുന്നത് കുറച്ചില്ലല്ലേ? സോറിടാ, വരാൻ പറ്റിയില്ല. ശരി, നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പ്രശസ്ത സാഹിത്യകാരി നിർമ്മല മേനോന്റെ വീട് എയർപോർട്ട് ടാക്സിക്കാർക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. അതവിടെ നിൽക്കട്ടെ. നീ എവിടെ പോയതാണെന്ന് എനിക്കറിയണം. എന്തായാലും നിന്റെ മുഖഭാവം കണ്ടിട്ട് സന്തോഷമുള്ള കാര്യത്തിന് നീ പോയെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷമുള്ള കാര്യത്തിന് തന്നെ ഞാൻ പോയത്. ഐ തിങ്ക് സെൻട്രൽ ജയിൽ. ഇന്നത്തെ സന്തോഷത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അത്? റിലീവിംഗ് ഡേറ്റ് അറിഞ്ഞു. എന്നാ? ഈ മാസം 18-ാം തീയതി. ഇതെന്താടി നീ എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത്? അപ്പോ ഗീതാഞ്ജലിക്ക് ഈ 18-ാം തീയതി വരെ കാത്തിരുന്നാ മതി അല്ലേ? ഓ, ഗീതാഞ്ജലി. അതെന്താടി ഗീതാഞ്ജലിയോട് നിനക്കൊരു പുച്ഛം? നിനക്കിപ്പോ അവാർഡ് വാങ്ങിത്തന്ന നോവലിലെ ഗീതാഞ്ജലി നീ തന്നെയല്ലേ? എന്നെ ഒളിക്കാനും നോക്കണ്ട. നോവലിലെ ഗീതാഞ്ജലിയുടെ ദുഃഖങ്ങൾ വായനക്കാരുടെ നമ്പരങ്ങളായി മാറിയിരിക്കാണിപ്പോ. വെറുതെ അല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിന്റെ നോവലിനെ തന്നെ തേടിയെത്തിയത്. നിന്റെ ഡൽഹി വിശേഷങ്ങളൊക്കെ പറ, കേൾക്കാൻ കൊതിയാവുന്നു. ഡൽഹിയിൽ എന്ത് വിശേഷം? കപട മുഖങ്ങളുടെ കൂത്തരങ്ങല്ലേ അവിടെ. നിന്റെ നോവലിൽ പറയുന്ന പോലെ ഒരു പച്ച മനുഷ്യനെ കണ്ടിട്ട് നാളെത്രയായി? ശരിയാ നീ പറഞ്ഞത്. കുറച്ചു നാളെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. മുഴുവനും കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയത്. പണത്തിനും അധികാരത്തിനും പരക്കം പായുന്ന മനുഷ്യരുടെ നഗരമാണത്. ഹലോ, ആ പറയൂ വിനയ. ആ, ഒരു കാര്യം ചെയ്, 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഡൽഹിന്ന് വിനയനെ വിളിച്ചത് നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അവരെല്ലാരും നാളെ തന്നെ ഇവിടെ എത്തും. ഓ, ഈ ടെലിവിഷൻകാരുടെ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ ചുമ്മാ ടെലിവിഷൻകാരല്ല, ABC നെറ്റ്വർക്ക്. അവരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ വരാൻ കൊതിക്കാത്ത രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ സാഹിത്യകാരന്മാരോ ഇല്ല.
ഇന്റർവ്യൂ ചെയ്യപ്പെടാനുള്ള ആളിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് ഞാൻ എഴുതിയ നോവലിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയാവല്ലോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നോവലിനെ കുറിച്ച് അറിയാനാണെങ്കിൽ നോവൽ വായിച്ചാ പോരെ. കൂടുതൽ ചോദ്യങ്ങളും പേഴ്സണലാവും. പിന്നെ നിന്റെ കാര്യത്തിനൊരു പ്രത്യേകതയുണ്ട്. നോവലിനെ കുറിച്ച് മാത്രം പറഞ്ഞ അത് നിന്റെ കഥയാവും. നിന്നെ കുറിച്ച് പറഞ്ഞാലോ അത് നോവലിന്റെ കഥയും. പിന്നെ ഒരു സമാധാനമുള്ളത്, നീയാണല്ലോ അവർക്ക് വേണ്ടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ദേ, ഒരു കാരുണ്യവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നിന്നെ ഞാനിരുത്തി വെള്ളം കുടിപ്പിക്കും. വെള്ളം കുടിപ്പിക്കാൻ നീ മിടുക്കിയാണെന്നറിയാം. പാവാ മഹേന്ദ്രവർമ്മ. നിങ്ങൾ തമ്മില് ഇപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്, വല്ലപ്പോഴും പ്രസ് മീറ്റിംഗിൽ കാണും. എന്റെ ജീവിതത്തിന്റെ 2 കൊല്ലം ഞാൻ അവന് വേണ്ടി ഹോമിച്ചതാ. കല്യാണം കഴിയുന്നവരെ എന്തൊരു പ്രേമമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കൽപ്പനകളായി. ശരിയാവില്ലെന്നേ. 2 കൊല്ലം ഞാൻ അവനെ എങ്ങനെ സഹിച്ചു നോർക്കുമ്പോഴാ എനിക്കിപ്പോഴും അത്ഭുതം. ആൺതുണയില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വെറുതെ നീ എന്റെ മൂട് കളയില്ലേ നിർമ്മലേ. ഓക്കെ, താങ്ക് യു. മാഡം റെഡി? ഓക്കെ. റോളിംഗ്. മാഡത്തിന് എന്റെ മാണിക്യൻ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം തോന്നിയ വികാരം എന്തായിരുന്നു? എന്റെ മാണിക്യൻ അവാർഡ് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും നോവൽ എഴുതുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. പുതുമയുള്ള രചനാശൈലിയാണ് ഈ നോവലിന്റെ കരുത്ത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഒരു പ്രത്യേക രീതിയിൽ ആ നോവൽ എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. സത്യത്തിന്റെ മുഖംമൂടി വലിച്ചു ചീന്തുമ്പോൾ പലപ്പോഴും ഭംഗിയുള്ളൊരു ചിത്രം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ഈ നോവലിന്റെ ഇതിവൃത്തവുമായി മിസ് നിർമ്മല മേനോന് എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ? ഒരു എഴുത്തുകാരനും ആത്മബന്ധമില്ലാത്ത കഥയിലൂടെ നല്ലൊരു സൃഷ്ടി നടത്താനാവില്ല. അപ്പോൾ നോവലിന്റെ നായികയായ ഗീതാഞ്ജലി? എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന 2 കഥാപാത്രങ്ങളാണ് ഗീതാഞ്ജലിയും മാണിക്കനും. അവരുടെ നൊമ്പരങ്ങൾ നിരന്തരമായി എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ നോവൽ എഴുതിയത്. ആരും സ്നേഹിക്കപ്പെടാനില്ലാതെ പകച്ചു നിൽക്കുന്ന 12 വയസ്സുള്ള ഗീതാഞ്ജലി. അതേടി, അത് തന്നെയാ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ ആ ഉദ്ദേശം തെക്കേപ്പാട്ട് വിലാസിനമ്മയുടെ അടുത്ത് ചെലവാകില്ല. നിങ്ങളുടെ ഏത് മറ്റോട് പറഞ്ഞാലും ശരി. അയ്യടാ, തെക്കേപ്പാട്ട് വിലാസിനിയമ്മ. തറവാടിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? പറഞ്ഞു, അന്തസ്സുള്ള തറവാട്ടുകാർ തന്നെയാ തെക്കേപ്പാട്ടുകാര്. അല്ലാതെ നിങ്ങളെ പോലെ ചെല്ലുന്നിടത്തൊക്കെ സമ്മതം കൂടുന്ന പാരമ്പര്യം ഇവിടെ ആർക്കും ഇല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരെ അന്വേഷിച്ചു നോക്ക് തെക്കേപ്പാട്ടുകാരെ കുറിച്ച്. ശരിയാ, എനിക്ക് ഡൽഹിയിൽ വേറെ ഭാര്യ മക്കളുണ്ട്. എങ്ങനെ ഉണ്ടായതാണ് ആ ബന്ധം? നിന്നെ സഹിക്കാൻ പറ്റാണ്ട് തന്നെ. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതല്ലേ ആ ബന്ധം? അതങ്ങ് തുടർന്നാ പോരായിരുന്നോ? വെറുതെ എന്റെ ജീവിതം കൂടി തൊളിച്ചില്ലേ നിങ്ങള്? ഡൽഹിയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, മുല്ലശ്ശേരി ഗോവിന്ദൻ മേനോൻ വക്കീലിന്റെ മകനാണെന്നൊക്കെ കേട്ടപ്പോ കൂടുതൽ അന്വേഷിക്കാതിരുന്നത് ഞങ്ങളുടെ തെറ്റ്. എല്ലാം തിരക്കി അറിഞ്ഞിട്ട് മതിയായിരുന്നു. ആ മതിയായിരുന്നു. പക്ഷേ അമ്മാവനെ ധിക്കരിക്കാനുള്ള മടി കൊണ്ടാ നിന്നെ എനിക്ക് കെട്ടേണ്ടി വന്നത്. ആണുങ്ങളായ പോരാ, ആണത്തും കൂടി വേണം. കോട്ട് സൂട്ട് ഇട്ടുണ്ടെന്ന് അത് കിട്ടില്ല. സമ്മതിച്ചു, എനിക്ക് ആണത്തില്ല. അങ്ങനെ ആകുമ്പോ ഗീതാഞ്ജലി ആരുടെ മോളാടി? എന്തേ നാവിറങ്ങിപ്പോയോ? നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് അറിഞ്ഞില്ല. എടി, വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഞാനിപ്പോ പോവുക. വരും, അടുത്ത് തന്നെ വരും. ഡൈവേഴ്സ് പേപ്പറായിട്ട് ഒപ്പിട്ട് തന്നേക്കണം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അച്ഛൻ ഡൽഹിയിൽ നിന്ന് എപ്പോ വരുമ്പോഴും ഇതൊക്കെ പതിവല്ലേ മോളെ? അതിന് മോളിങ്ങനെ കരഞ്ഞാലോ? എന്നാലും ഗൗരിച്ചി, എന്നെ ആർക്കും വേണ്ടല്ലോ. അച്ഛനും വേണ്ട, അമ്മയ്ക്കും വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അവർക്ക് മോളോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല, അതവര് കാണിക്കണില്ലെന്നേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട കേട്ടോ. ഗൗരിയേ, വരണോ ശങ്കരേട്ടാ?